തിരുവനന്തപുരം മംഗലപുരത്ത് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായി. കൊയ്ത്തൂർക്കോണ സ്വദേശി ബാലകൃഷ്ണപിള്ളയുടെ വീട്ടിലാണ് അപകടമുണ്ടായത്. വീടിന്റെ ഒരു ഭാഗവും അതേപോലെ നിർത്തിയിട്ടിരുന്ന വാഹനവും കത്തി നശിച്ചു. ദേവൻ MP നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദേവൻ, ഈ സംഭവം എന്താണ്? ഒപ്പം വീട്ടിൽ ഈ ആളുകൾ ഉണ്ടായിരുന്നോ ആ സമയത്ത്? എന്താണ് അവരുടെയൊക്കെ ഒരു സാഹചര്യം, വിവരം? സേതു, ഇന്നലെ രാത്രി ഏകദേശം 12:00 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കഴക്കൂട്ടം മംഗലാപുരം കൊയ്ത്തൂർ കോണത്ത് ബാലകൃഷ്ണപിള്ളയുടെ വീട്ടിലാണ് ഈ ഗ്യാസ് പൊട്ടിത്തെറിച്ച് അപകടം സംഭവിക്കുന്നത്. രാത്രി 12:00 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. രാത്രി കുടുംബം ഉറങ്ങുന്നതിനിടയിൽ വലിയ രീതിയിലുള്ള ഒരു ശബ്ദം കേട്ടുകൊണ്ടാണ് ഈ കുടുംബം ഉണരുന്നത്. ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ ഗ്യാസ് അവിടെ പൊട്ടിത്തെറിച്ച് വീട്ടിനുള്ളിൽ ഒരു തീ പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ ഈ നാട്ടുകാരും ഒപ്പം തന്നെ ആ സമയത്ത് വിവരം അറിയിച്ചതിനെ തുടർന്ന് സംഭവ സ്ഥലത്തേക്ക് പെട്ടെന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് ചേർത്തുകൊണ്ടാണ് ആ തീ ആ സമയത്ത് അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അടുക്കളയുടെ ഒരു ഭാഗം, വർക്കേരിയുടെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ അവിടെ വീടിന്റെ പിറകുവശത്തായി വാഹനം പാർക്ക് ചെയ്യുന്ന ഒരു ബുള്ളറ്റ് വാഹനം, ഇരുചക്ര വാഹനവും ഇത്തരത്തിൽ പൂർണ്ണമായും കത്തി നശിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഗ്യാസ് എങ്ങനെ ലീക്കായെന്നോ അല്ലെങ്കിൽ അതെങ്ങനെ പൊട്ടിത്തെറിച്ചു എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഗ്യാസ് രാത്രി ഉപയോഗിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ഗ്യാസ് അത് ഓഫാക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഗ്യാസ് ലീക്ക് ആയതായിരിക്കാം. അതിനുശേഷം പിന്നീട് ഏതെങ്കിലും തരത്തിൽ വൈദ്യുത ബന്ധം വഴി അതിനകത്തൊരു സ്പാർക്ക് വരികയും അങ്ങനെ അത്തരത്തിൽ അതൊരു തീപിടുത്തത്തിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും സംഭവത്തിൽ ആർക്കും തന്നെ അല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന ആർക്കും തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഈ സംഭവം നടക്കുമ്പോൾ ഈ കുടുംബാംഗങ്ങളെല്ലാം തന്നെ, ബാലകൃഷ്ണപിള്ളയും ഒപ്പം തന്നെ മറ്റു കുടുംബാംഗങ്ങളും എല്ലാവരും തന്നെ വീട്ടിലുണ്ടായിരുന്നുവെങ്കിൽ കൂടിയും ഈ ഒരു വലിയൊരു അപകടം, ഗ്യാസ് പൊട്ടിത്തെറിച്ചത് അടക്കം അങ്ങനെ പറയുമ്പോൾ അതൊരു വലിയൊരു അപകടമാണ്. പക്ഷേ ആ സംഭവം ഇവിടെ ഉണ്ടാകുമ്പോൾ പോലും ഈ വീട്ടിലുണ്ടായിരുന്ന ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഒപ്പം തന്നെ ഈ സംഭവം ഉണ്ടായി ഉടൻ തന്നെ നാട്ടുകാരും ഒപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിക്കൊണ്ട് തന്നെ ആ തീ പെട്ടെന്ന് തന്നെ, വീട്ടിലുണ്ടായ തീപിടുത്തം പെട്ടെന്ന് തന്നെ അണയ്ക്കാൻ സാധിച്ചതും വലിയൊരു അപകടം ഒഴിവാക്കുന്നതിന് കാരണമായി. സേതു, ശരി ദേവൻ.